ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണി ആടി ഉലയുന്ന കാഴ്ചയാണ് ഈ വാർത്താ ദിനം രാഷ്ട്രീയ കേരളം കണ്ടത്. ഉദ്വേഗഭരിതമായ രാഷ്ട്രീയ കൂടിയാലോചനകൾക്ക് തലസ്ഥാനം വേദിയായി. ഒടുവിൽ PM ശ്രീ പദ്ധതിയിൽ ഭാഗമായ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ CPI തീരുമാനിച്ചു. തിങ്കളാഴ്ച പാർട്ടി എക്സിക്യൂട്ടീവിലാണ് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷേ പദ്ധതിയുമായി മുന്നോട്ടെന്ന് CPM തീരുമാനം അതിനിടെ വന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുകഴ്ത്തി മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും വന്നു. അല്ല, ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോളി തന്നെ പോയി സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ്. നയപരമായ വിഷയങ്ങളിൽ പാർട്ടി നേതൃത്വം മറുപടി പറയുന്നതാണ് പതിവ്. എന്നാൽ സർക്കാർ തീരുമാനത്തിലെ അമർഷം CPI നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തം. കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങുന്നുവെന്നതിന്റെ സൂചന. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഇതോടെ CPI നിലപാടിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കി. തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം. ഇതേസമയം ഡൽഹി അജോയ് ഭവനിലും തിരക്കിട്ട ചർച്ചകൾ. We have our party meeting. We are going to discuss certain political issues. This is one of the issues. എന്തായിരിക്കും CPI സ്വീകരിക്കുന്ന കടുത്ത നിലപാട്? CPI സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ LDF കൺവീനർക്കും കത്ത് നൽകുന്നത്. ഈ കത്ത് നൽകി തീരുമാനം തിരുത്തുന്നവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം. കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങുന്നുവെന്ന് വ്യക്തമായതോടെ പ്രതിപക്ഷ നേതാക്കളും രംഗത്ത്. ചവിട്ടും മെതിയും സഹിച്ച് എന്തിന് LDF-ൽ നിൽക്കുന്നുവെന്ന് CPI-യോട് ചോദ്യം. UDF-ലേക്ക് ക്ഷണം. CPI-യുമായുള്ള ചർച്ചകളും മറ്റും പല രീതിയിലും പലവട്ടം നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അല്ലെ, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയും വാർത്താ സമ്മേളനം വിളിച്ചു. CPI സമ്മർദ്ദത്തിൽ സർക്കാരും CPM-ഉം തീരുമാനം മാറ്റുമോ എന്നായി ഇതോടെ ആകാംക്ഷ. ആദ്യം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ. അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? സർക്കാരും CPIM-ഉം പിന്നോട്ടില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. CPI-യുടെ സമ്മർദ്ദവും അവഗണിച്ച് സർക്കാരും CPIM-ഉം നിലപാട് ആവർത്തിച്ചതോടെ വീണ്ടും കണ്ണുകൾ ബിനോയ് വിശ്വത്തിലേക്ക്. ഈ ആഴമറിഞ്ഞ് വേണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ. ആ ആഴമറിയുമ്പോൾ ഗവൺമെന്റ് മുന്നണി പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ CPI സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും പിന്നീടുണ്ടായത് അതിരൂക്ഷ പരാമർശങ്ങൾ. ഒരു മന്ത്രിക്കുള്ള അവകാശമാണത്. എന്താ സത്യം, എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണത്? എന്താ അതിന്റെ കുട്ടുത്തരവാദിത്വം? സമീപകാലത്ത് CPI-യിൽ നിന്നുണ്ടായ ശക്തമായ വിയോജിപ്പ് ഇനി തിങ്കളാഴ്ചത്തെ CPI എക്സിക്യൂട്ടീവിലേക്കാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനത്തിന് അന്ന് അംഗീകാരം നൽകും. അതിനിടയിൽ നടക്കുന്ന അനുനയ ചർച്ചകൾ ഫലം കാണുമോ? കാറും കോളും തൽക്കാലത്തേക്ക് അവസാനിച്ചിട്ടില്ല. ഇനി ആഞ്ഞു വീശുമോ, ശാന്തമാകുമോ? പൊളിറ്റിക്കൽ ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ കലഹം രാഷ്ട്രീയ നേട്ടമാക്കാൻ കോൺഗ്രസ് UDF-ലേക്ക് CPI-യെ സ്വാഗതം ചെയ്യുകയാണെന്നും കൺവീനർ അടൂർ പ്രകാശ് 24-നോട് പറഞ്ഞു. നാണക്കേട് സഹിച്ച് ഇടതുമുന്നണിയിൽ CPI തുടരണമോ എന്ന് പ്രതിപക്ഷ നേതാവും ചോദിച്ചു. തൃശൂർ ലോക്സഭാ സീറ്റിൽ ചതിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPI ചതിക്കുമെന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടുവെന്നും മുന്നണി മര്യാദ CPIM ലംഘിച്ചുവെന്നും പരസ്യമായി കുറ്റപ്പെടുത്തിയ CPI-യെ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു. മുൻപ് കോൺഗ്രസിനൊപ്പം നിന്ന കാലത്തെ CPI-യുടെ ശക്തി ഓർമ്മപ്പെടുത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ നീക്കം സജീവമാക്കുന്നത്. CPI മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശ്
CPIയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവർ അന്തസ്സുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു വരണം, UDFിലേക്ക് കടന്നു വരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ CPI എന്തായാലും ഇത്തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന ആവശ്യമാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. നാണക്കേട് സഹിച്ച് തുടരണമോ എന്ന് CPI തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPMന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPIയെ CPIM ചതിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി ആശയങ്ങളെ തന്നെ ബലികഴിച്ചുകൊണ്ട് രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ. BJP CPMന്റെ ബാന്ധവം അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല, തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല, വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല. എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. UDF വിപുലീകരണത്തിന് നേരത്തെ ശ്രമം തുടങ്ങിയ നേതാക്കൾ PM ശ്രീയിലെ CPI നിലപാടിനെ പുകഴ്ത്തുന്നുമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ RSS പ്രത്യയശാസ്ത്രം സ്കൂളുകളിൽ നടപ്പാക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി CPI മുന്നണി വിട്ടാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് തിരിച്ചടി നൽകാമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയിൽ പരസ്യ പ്രതിഷേധവുമായി ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ നാളെ തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. പദ്ധതിയിലെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് SFI നേതൃത്വം പ്രതികരിച്ചു. പദ്ധതിക്കെതിരെ KSU ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് AIYF വിമർശനം. മന്ത്രി ധൃതി കാണിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ PM ശ്രീ പദ്ധതി ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. തൃശൂരിൽ പദ്ധതിക്കെതിരെ AISF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ SFI സംസ്ഥാന നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. SFI കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ പദ്ധതിക്കെതിരെ രംഗത്തെത്തി. KSUവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മലപ്പുറത്ത് MSFും പ്രതിഷേധിച്ചു. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ ABVP നേതാക്കൾ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുകഴ്ത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയെ വിജ്ഞാന രംഗത്തെ സൂപ്പർ പവറാക്കുകയാണ് NEPയുടെ ഉദ്ദേശലക്ഷ്യമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കൊച്ചി സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളിലായിരുന്നു രാഷ്ട്രപതിയുടെ പരാമർശം. I am pleased to note that the college has taken up the project to promote sustainability, leadership and agency through education which is called SLATE. By taking up this project, the college has demonstrated its commitment to the objectives of National Education Policy 2020. സംസ്ഥാനത്ത് തുടരുന്ന PM ശ്രീ വിവാദങ്ങൾക്കിടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ രാഷ്ട്രപതി പുകഴ്ത്തിയത്. വിജ്ഞാന രംഗത്ത് രാജ്യത്തെ സൂപ്പർ പവറാക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് സെയിന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിക്ക് കൈമാറി പ്രകാശനം ചെയ്തു. നഗരപിതാവ് എന്ന നിലയിൽ ക്ഷണം ലഭിക്കേണ്ടിയിരുന്ന മേയർ M അനിൽകുമാറിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. പരിപാടിയുടെ അറിയിപ്പ് കോളേജ് അധികൃതർ നൽകിയെങ്കിലും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ച പ്രോട്ടോകോൾ പട്ടികയിൽ മേയറുടെ പേരുണ്ടായിരുന്നില്ല. ഇതോടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കേന്ദ്രീകൃത ഭരണം ലക്ഷ്യമാക്കുന്നതിന്റെ ഉദാഹരണമാണ് നടപടിയെന്ന് മേയർ 24നോട്. ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ കൂടി റിഫ്ലക്ഷനാണ്. മനസ്സിലായില്ലേ? അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ കൂടി റിഫ്ലക്ഷനാണ്. രാഷ്ട്രപതിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ റിഫ്ലക്ഷനാണ്. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1:55
പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് തിരിച്ചു. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് കണ്ടെത്തി. പോറ്റി തനിക്ക് സ്വർണം വിറ്റുവെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കേസിൽ റിമാൻഡിലായ ബി മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആ സ്വർണം ഒരാൾക്ക് വിറ്റു. അതായത് ഗോവർദ്ധനൻ എന്ന് പറയുന്ന ബെല്ലാരി സ്വദേശിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി, അദ്ദേഹത്തിനാണ് 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിപണി വിലയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഗോവർദ്ധനിൽ നിന്ന് മൊഴിയായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാംഗ്ലൂരിൽ വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ ഗോവർദ്ധനൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയെ പരിചയപ്പെടുന്നത് ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ അദ്ദേഹത്തിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തുകയും മൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 ഈ സ്വർണ്ണപ്പാളി കൈമാറിയതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ബോർഡ് വിലയിരുത്തുന്നതും. അക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കാര്യം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത്. ഈ വിറ്റ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം അന്വേഷണ സംഘത്തിന്റെ. ഒപ്പം ഈ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയും തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നയിലുള്ള വീട്ടിലും അന്വേഷണ സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണ പീഠം കൈമാറിയ വാസുദേവന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം വിവിധ രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം സബ് ജയിലിലുള്ള മുരാരി ബാബുവിനെ ഇവർ തിരികെ എത്തിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ്. തുടർന്നായിരിക്കും മുരാരി ബാബുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJPയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണയും ഉപരോധവും തുടങ്ങി. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അലക്സ് മുഹമ്മദ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകും. അലക്സ്, ഇന്ന് വൈകിട്ട് തുടങ്ങി നാളെ പകൽ നീണ്ടു നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രവർത്തകരുടെ പങ്കാളിത്തമൊക്കെ വലിയ തോതിലുണ്ടോ? വിജയകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് ചില നടപടികൾ ആവശ്യപ്പെട്ട് BJP കടുത്ത സമരരംഗത്തേക്ക് ഇറങ്ങിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് വളയൽ സമരവുമാണ് BJP നടത്തുന്നത്. 7 മണിയോടുകൂടി ഈ സമരം ആരംഭിച്ചു. ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ്. 10:15 പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1-2 ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർക്കാണ് ഈ സമയത്ത് ഇവിടെ എത്താനുള്ള ചുമതല നേരത്തെ പാർട്ടി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. ആ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച ഒരു പങ്കാളിത്തം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാലില്ല. പക്ഷേ 3 ഗേറ്റുകൾ BJPയുടെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ, അതായത് കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള 3 ഗേറ്റുകൾ ഉപരോധിക്കും, അത് വളയുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ സമര ഗേറ്റിന് മുന്നിൽ മാത്രമാണ് പ്രവർത്തകരുള്ളത്. നേതാക്കൾ നേരത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, ഒപ്പം S സുരേഷ് തുടങ്ങിയ നേതാക്കൾ, കൃഷ്ണകുമാർ, C കൃഷ്ണകുമാർ, B ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ, അതുപോലെ സിന്ധുമോളൊക്കെ തുടങ്ങിയ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ചുരുങ്ങിയ നേതാക്കൾ മാത്രം, സിന്ധുമോൾ, B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ചുരുങ്ങിയ നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നേരത്തെ BJPയുടെ മുതിർന്ന നേതാക്കൾ നേരത്തെ സംസാരിച്ചിരുന്നു. PK കൃഷ്ണദാസും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചതിന് ശേഷം നേതാക്കൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയ നേതാക്കൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സമരത്തിന്റെ ഒരു നേരത്തെ മുദ്രാവാക്യം വിളിയും ശരണം വിളിയും ഒക്കെ ആയിരുന്നു നേരത്തെ സമരത്തിന്റെ ആദ്യഘട്ടത്തിലൊരു പ്രത്യേകതയെങ്കിൽ ഇപ്പോൾ അവരുടെ കൾച്ചറൽ സെല്ലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ കലാപരിപാടികളും മറ്റുമൊക്കെ നടത്തുകയാണ്. ആ സമരത്തിന്റെ മറ്റൊരു രൂപം, അത് കലാപരമായ രൂപത്തിൽ അവർ അവതരിപ്പിക്കുകയാണ്. ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ പങ്കുകാരനായ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കുക,
ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ഒപ്പം ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷത്തെ ഇടപാടുകൾ അത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, ഒപ്പം ദേവസ്വം ബോർഡുകൾ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിൽ അടിയന്തരമായി CAG റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്താണെങ്കിലും രാത്രി എത്ര പ്രവർത്തകർ തുടരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. നേരത്തെ കനത്ത മഴയായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ മഴയത്തും നേതാക്കളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. വന്നിട്ടുള്ള പ്രവർത്തകരിൽ ഏറിയ പങ്കും നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ്. അവർ എത്ര സമയം ഇതുപോലെ തുടരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. എന്താണെങ്കിലും രാവിലെയോടുകൂടി കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരെ ഇവിടെ എത്തിച്ച് 3 ഗേറ്റുകളും സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും ഉപരോധിക്കുക, വളയുക എന്ന സമരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. വൈകുന്നേരം 7 മണിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഉദ്ഘാടനം ഇനിയും നടന്നിട്ടില്ല. നാളെ രാവിലെ 11 മണിയിലേക്ക് ഈ ഉദ്ഘാടനം മാറ്റിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നാളെ രാവിലെ 11 മണിക്കായിരിക്കും ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. വിജയകുമാർ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബറിൽ തുടങ്ങിയേക്കും. നവംബർ 1 മുതൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേരളത്തിലെ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം നിരാകരിച്ചു എന്നാണ് വിവരം. അച്യുതൻ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സംസ്ഥാനം ചില പ്രായോഗിക തടസ്സങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് നിരാകരിച്ചിട്ടുണ്ട്. നവംബറിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ SIRന്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ തുടങ്ങും എന്നാണോ തീരുമാനം? അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഈ രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2 ദിവസമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി എല്ലാം യോഗം ചേർന്നത്. ഇതിൽ കേരളത്തിന്റെ ഒരു ആവശ്യം എന്നുള്ളത് ഇത് നീട്ടിവെക്കണം എന്നൊരു ആവശ്യം കേരളം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ആവശ്യം തള്ളിയതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നവംബർ 1 തന്നെ കേരളം ഉൾപ്പെടെയുള്ള, അതായത് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നവംബർ 1 SIR പ്രക്രിയ ആരംഭിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കങ്ങൾ നടത്തുന്നതായുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും ഇനി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ ആരംഭിക്കുക. അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾ നവംബർ 1 കൂടി ആരംഭിക്കും. ഈ ഘട്ടം ഘട്ടമായി രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കാനാണ് കമ്മീഷൻ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് തമിഴ്നാട്ടിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകൾ ആരംഭിക്കുമെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രക്രിയ ഉടൻ തന്നെ ആരംഭിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ കേരളത്തിന്റെ ആവശ്യം തള്ളിയതായാണ് ഇതുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം നേരത്തെ തന്നെ 2 ദിവസം ചേർന്ന യോഗത്തിൽ കേരളം ഇക്കാര്യം അറിയിച്ചിരുന്നു എങ്കിൽ കൂടിയും നിലവിൽ ഇപ്പോൾ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് നവംബർ 1 പ്രക്രിയ ആരംഭിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. വിജയകുമാർ. ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ മോഹൻലാലിന് തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വനം വകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വനം വകുപ്പ് പുതിയ വിജ്ഞാപനം ഇറക്കണമെന്നും കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2011 ഡിസംബർ 21 ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2015 ആനക്കൊമ്പുകൾ ഡിക്ലെയർ ചെയ്യാൻ സർക്കാർ അവസരം നൽകി. 2016 ജനുവരി 16 ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകുകയും ചെയ്തു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. പകരം പുതിയ വിജ്ഞാപനം ഇറക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടിയെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. 2015 ഗസറ്റിൽ സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് പിഴവായി കോടതി ചൂണ്ടിക്കാണിച്ചത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ആനക്കൊമ്പ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചതിൽ ആരോപണ വിധേയനായ CI അഭിലാഷ് ഡേവിഡിന്റെ പിരിച്ചുവിടൽ റദ്ദാക്കിയത് DGP. പിരിച്ചുവിടാനുള്ള തീരുമാനം ശമ്പള വർധന തടയലായി ഒതുക്കി മുൻ DGP ഷെയ്ഖ് ദർവേ സാഹിബാണ് തീരുമാനമെടുത്തത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് 24 ലഭിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യം CI ആയിരുന്ന സമയത്താണ് അഭിലാഷ് ഡേവിഡ്
ലൈംഗിക പീഡന കേസ് പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന കണ്ടെത്തലുണ്ടായത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി 2 വർഷത്തെ ശമ്പള വർധന തടയൽ നടപടി മാത്രമാക്കി ഇതിനെ ഒതുക്കി. അഭിലാഷ് ഡേവിഡ് നൽകിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ. അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതുകൊണ്ടാണ് ഈ പിരിച്ചുവിടൽ നടപടി റദ്ദാക്കിയതെന്നായിരുന്നു അഭിലാഷ് ഡേവിഡ് ഉയർത്തിയ വാദം. എന്നാൽ ഈ വാദമെല്ലാം കള്ളമാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. സർവീസിലിരിക്കുമ്പോഴും അഭിലാഷ് ഡേവിഡ് CPM അനുഭാവി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. എന്നാൽ അഭിലാഷ് ഡേവിഡിനെ അറിയില്ലെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. വിഷ്ണു വത്സൻ എന്ന പോലീസുകാരനെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ കുടുംബവും ഇന്ന് രംഗത്തെത്തി. ഞങ്ങൾ 5-8 ദിവസം അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഒരു അറുതിയില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർ ഞങ്ങളോട് മാപ്പ് പറയണം. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ വെച്ചിട്ട് ഞങ്ങളോട് കുടുംബത്തിനോട് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് വിഷ്ണു വത്സൻ എന്നായിരുന്നു DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞത്. 24 കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന സമരസമിതി ചെയർമാൻ 24നോട്. പോലീസും ഉടമയും തമ്മിലുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് ചെയർമാൻ ബാബു കുടിക്കൽ വ്യക്തമാക്കി. സംഘർഷത്തിൽ 2 സമരസമിതി അംഗങ്ങളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫ്രഷ് കട്ട് സംഘർഷം ആസൂത്രിത നിലപാടിലാണ് സമരസമിതി. ജനാധിപത്യപരമായാണ് സമരം നടന്നത്. പോലീസിനെ അതിക്രമിച്ചിട്ടില്ല. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നശിപ്പിച്ചത് ഫ്രഷ് കട്ട് മുതലാളിമാർ തന്നെ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സമരസമിതി ചെയർമാൻ ബാബു കുടിക്കൽ 24നോട്. ജനാധിപത്യ രീതിയിലുള്ള സമരത്തിനാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പോലീസാണ്. ഫ്രഷ് കട്ടിന്റെ മുതലാളിമാർ നടത്തിയ ഗൂഢാലോചന അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഭാഗമായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. രണ്ടാമതൊന്ന് പോലീസ് നരനായാട്ട് നടത്തുന്നുണ്ട്. വീടുകളിൽ ആണുങ്ങളില്ലാത്ത വീടുകളിലൊക്കെ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ നരനായാട്ട് നടത്തുന്നുണ്ട് പോലീസ്. സംഘർഷത്തിൽ പോലീസിനെയും ഫയർഫോഴ്സിനെയും പരാതിയിൽ ഉൾപ്പെടെ 8 FIR-കളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പേരെ കൂടി ഇന്ന് താമരശ്ശേരി പോലീസ് പിടികൂടി. കൂടത്തായി സ്വദേശി സഫീർ, താമരശ്ശേരി സ്വദേശി മുഹമ്മദ് എന്നിവരെയാണ് പിടികൂടിയത്. കണ്ണൂരിലെയും വയനാട്ടിലെയും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണമാണ് വയനാട് SP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ 4 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. സംഘർഷത്തിൽ SDPI ബന്ധമുണ്ട നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. CPIM ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് SDPI. CPIM-ഉം ഫ്രഷ് കട്ട് മുതലാളിയും തമ്മിലുള്ള അന്തർധാരയാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സ്ഥലം MLA ഡോക്ടർ MK മുനീറിന്റെ വാദം. CPIM ഫ്രഷ് കട്ട് ബന്ധമാണ് ഇത്തരത്തിലേക്കുള്ള സംഭവ വികാസങ്ങൾക്ക് പിന്നിലെന്ന് ആവർത്തിക്കുകയാണ് UDF-ഉം SDPI-യും. കോഴിക്കോട് നിന്നും YS അഭിനന്ദ്, 24. ബീഹാറിൽ നിതീഷ് കുമാർ NDAയുടെ മുഖമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതേസമയം നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്ത് പപ്പു യാദവ് MP രംഗത്തെത്തി. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ ഗ്രാമത്തിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന് തുടക്കം. സമസ്തിപൂരിലും ബെഗുസരായിലും പ്രചരണ റാലികളും പൊതുസമ്മേളനവും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ബീഹാറിൽ NDA ഭരണം തുടരും. सामाजिक न्याय के दिखाए कर्पूरी बाबू के रास्ते को भाजपा NDA ने सुशासन का आधार बनाया है. അതിനിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിലേക്ക് MP പപ്പു യാദവ് സ്വാഗതം ചെയ്തു. 24നോടാണ് പ്രതികരണം. नीतीश कुमार का सिचुएशन NDA में बिल्कुल अच्छा नहीं है. यानी नीतीश कुमार को मैं स्वागत ही कर सकता हूं. हमारे नेता नीतीश कुमार का हमेशा रेस्पेक्ट करते हैं और मैं चाहूंगा कि ऑलवेज वेलकम. മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഛഠ് പൂജയ്ക്ക് ശേഷം ആരംഭിക്കും. തേജസ്വി യാദവിനൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും റാലിയിൽ പങ്കെടുത്തേക്കും. ജംഗിൾ രാജും മഹാസഖ്യത്തിലെ തമ്മിൽ തർക്കവും ഉയർത്തിയാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അതേസമയം യുവാക്കളുടെ തൊഴിലില്ലായ്മയും ബീഹാറിലെ ദാരിദ്ര്യവും ഉയർത്തി പ്രചരണം ശക്തമാക്കാനാണ് മഹാസഖ്യത്തിന്റെയും നീക്കം. സമസ്തിപൂരിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG, 24.
ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് വൻ അപകടം. 25 പേർ മരിച്ചു. ഹൈദരാബാദ് ബംഗളൂരു ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച ശേഷം ബസ്സിന് തീപിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കാവേരി ട്രാവൽസിന്റെ സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ കുർണൂലിലെ ഉള്ളിന്തകൊണ്ടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്കിലിടിച്ചതിനെ തുടർന്ന് ബസിന്റെ മുൻവശത്ത് തീ പടരുകയായിരുന്നു. പുലർച്ചെ 3:30യോടെയാണ് അപകടമുണ്ടായത്. 44 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. യാത്രക്കാർ ഉറക്കത്തിലായിരുന്നതാണ് മരണനിരക്ക് വർദ്ധിക്കാനിടയാക്കിയത്. 12 പേർ ബസിന്റെ ചില്ലുകൾ തകർത്ത് രക്ഷപ്പെട്ടു. യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹൈദരാബാദിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റവരെ സമീപത്തെ കുർണൂൽ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിനുള്ളിലെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് അതിവേഗം തീ പടരാനിടയാക്കിയതെന്ന് DIG കോയ പ്രവീൺ പറഞ്ഞു. ദീപാവലി ആഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് പോയി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടവരേറെയും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.